ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ജാസ്മിൻ എന്ന് പറഞ്ഞ മോളെ കാണാനാണ് കേട്ടോ. ജാസ്മിന് ഒരു 65% ബുദ്ധി വളർച്ച ഉള്ളത്. 65% അവൾക്കുണ്ട്. ബാക്കിൻ്റെയാണ് ഒരു കുറവ്, അതായത് ഒരു ചെറിയൊരു കുറവ് അതാണ് അവൾക്ക് ഉള്ളത്. പിന്നെ അവൾക്ക് തടി കുറച്ചുണ്ട്, ഒരു 95 കിലോൻ്റെ മുകളിൽ അവൾക്ക് തടിയുണ്ട്. പിന്നെ എഴുതാനും വായിക്കാനും അറിയില്ല, പഠന വൈകല്യമുണ്ട്. പിന്നെ കുക്കിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്യൂ, പക്ഷെ ചെറിയൊരു അധികം അങ്ങ് എല്ലാം എക്സ്പേർട്ടായിട്ട് അങ്ങനെ അറിയില്ല. ബാക്കി വിഷയങ്ങളൊന്നുമില്ല. ആൾ നല്ല സ്മാർട്ടാണ്, എല്ലാം സംസാരിക്കും. ഹിന്ദിയും മലയാളമൊക്കെ അറിയാം. ഇവർ ബോംബെയിലായിരുന്നു ജനിച്ചു വളർന്നത്. ഈ ജാസ്മിനൊക്കെ ബോംബെയിലാണ് ജനിച്ചത്. അപ്പോൾ ഉമ്മ ഇവിടെ എടപ്പാളുള്ളത്, ഉപ്പ ബോംബെയിലാണ്, ഉപ്പാൻ്റെ സ്വദേശം. ഉമ്മാൻ അങ്ങനെ കണ്ടിഷ്ടപ്പെട്ട് അങ്ങനെ കല്യാണം കഴിച്ചത്. ഇപ്പോൾ നാട്ടിലാണ് കേട്ടോ ആൾ. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ ജാസ്മിൻ ഒരു 10-12 വയസ്സ് വരെയൊക്കെ ബോംബെ തന്നെയായിരുന്നു. അപ്പോൾ ബോംബെൻ്റെ ഒരു ചെറിയൊരു കൾച്ചറൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് നമുക്ക് അവരെ പരിചയപ്പെടാം. അവരെ വീടല്ല ഇത്, അതുകൊണ്ടാണ് വീട് കാണിക്കാത്തത്. ഒരു കുടുംബ വീട്ടിലാണുള്ളത്. ഉമ്മ ഗൾഫിൽ വർക്ക് ചെയ്യാണ് കേട്ടോ. ഉമ്മ അവിടെ ഹൗസ് മെയ്ഡായിട്ട് ജോലി ചെയ്യാണ് ഗൾഫിൽ. അപ്പോൾ ഇതാണ് കേട്ടോ ജാസ്മിൻ. ജാസ്മിൻ എന്തൊക്കെയാണ് വിശേഷം? സുഖാണ്. കൈസാ ഹേ? अच्छे. അപ്പോൾ ജാസ്മിൻ ഹിന്ദി അച്ഛാ തര മാലൂം ഹേ നാ? हाँ बहुत अच्छे से मालूम है. അതെ. അപ്പോൾ ഹിന്ദി പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഹിന്ദി ഉള്ള ആലോചനയൊന്നല്ല കേട്ടോ വേണ്ടത്, മലയാളം തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതൊക്കെ അറിയാം, ലാംഗ്വേജൊക്കെ ഒക്കെ അടിപൊളിയായിട്ട് അറിയാം. ബോംബെ में किधर? साइन धारावी. धारावी? धारावी मेरे को मालूम है. धारावी मेरे फिल्म में देखा हुआ है. ब्रिज नीचे. ആ അച്ഛാ, നമ്മൾ ഇവിടെ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ജാസ്മിനാ, എത്ര വയസ്സായി? 38 വയസ്സില്ലേ? ജാസ്മിൻ എത്ര വരെയാണ് പഠിച്ചത്? അത്ര പഠിച്ചിട്ടില്ല. ആ, എത്ര വരെയാണ് പോയെ? തീരെ പോയില്ല. ആ ആ, സ്പെഷ്യൽ സ്കൂളാണ് പോയതല്ല. എഴുതാനും വായിക്കാനും ഒക്കെ തീരെ അറിയില്ല അല്ലേ? എഴുതാനും വായിക്കാനും സംസാരത്തിൽ കേട്ടിട്ട് ഹിന്ദിയൊക്കെ കേട്ട് പഠിച്ചതാ അല്ലേ? ആ, ഹിന്ദി ഐസ സുൻകെ സീക്കാ. അച്ഛാ, അവർ ബോംബെയിലാണ് ജനിച്ചത്. അപ്പോൾ പിന്നെ ബോംബെയിൽ ജോലി ചെയ്യുന്ന മലയാളികളൊക്കെ നമുക്കില്ലേ അങ്ങനെ കാണാൻ പറ്റും. നമുക്ക് അവളുടെ ബുദ്ധിമുട്ട് കറക്റ്റ് മനസ്സിലാക്കി വരുന്ന ഒരാളായിരിക്കണം. നമുക്ക് തടിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ച് കാലം അവൾ പിന്നെ ഉമ്മാൻ്റെ അടുത്ത് പോയിന് ഗൾഫിൽ. അപ്പോഴാണ് തടി കൂടിയത് അല്ലേ? അതെ, നേരെ കുറച്ച് തടി കൂടി. ഉമ്മ ഗൾഫിൽ എവിടെയാ? ദുബായിലല്ലേ? ഞാൻ അജ്മാനിലാ. ആ, അജ്മാനിൽ എൻ്റെ അനിയത്തിയുണ്ട്. ആ, നിങ്ങൾ എത്ര മക്കളാ? ഞാൻ 2. ആ, ഞാനും എൻ്റെ കക്കി മാത്രം. ആ, വേറെ അപ്പം അതേ അനിയത്തി അജ്മാനിലുള്ള? അത് എൻ്റെ മൂത്താപ്പാൻ്റെ മക്കളാണ്. മൂത്താപ്പാൻ്റെ മക്കളല്ലേ? അത് ശരി. ഇവർ 2 മക്കളാണുള്ളത്. ഏട്ടൻ്റെ വിവാഹം കഴിഞ്ഞ് വിദേശത്ത് ജോലി ചെയ്യുകയാണ്. പിന്നെ ഉമ്മയും വർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ വേറെന്താ, ദൂരം പ്രശ്നമുണ്ടോ? അത് പ്രശ്നമില്ല. ദൂരം നമുക്ക് പ്രശ്നമില്ലല്ലോ. ആ, ദൂരം പ്രശ്നമില്ലല്ലോ അല്ലേ? ദൂരം പ്രശ്നമില്ല. അവളെ മനസ്സിലാക്കുന്ന ഒരാളാണെന്നുള്ളതാണ്. ഇവരുടെ സ്ഥലം പറഞ്ഞല്ലോ, ഇടപ്പാളാണ്. അപ്പോൾ ജാസ്മിന് മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാനും ഒട്ടും അറിയില്ല. അവൾ സ്കൂളിൽ പോകാത്തത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ പിന്നെ അവൾക്ക് ചെറിയൊരു മൈന്യൂട്ടൊരു പക്വത കുറവാണ് അല്ലേ? അല്ലാണ്ട് അവൾക്ക് കാര്യങ്ങൾ, ആൾ സ്മാർട്ട്നെസ്സും സംസാരിക്കുന്നതിനൊന്നും ഒരു ഇതുമില്ല. ആൾ നല്ല സംസാരവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ജാസ്മിൻ ഇപ്പം പുറത്തേക്കൊക്കെ ഒറ്റയ്ക്ക് പോകാറുണ്ടോ? അങ്ങനെ. ആ, അതെ, എല്ലാവരും കൂടെ പോവുകയാണ് അല്ലേ? അതെ, അവർക്ക് ബസ്സിൻ്റെ ബോർഡായാലും അതൊക്കെ വായിക്കാനൊക്കെ. ആ, അതെ, ഒറ്റയ്ക്ക് അങ്ങനെ വിടാറില്ല അല്ലേ? അതെ 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 അതെ. ബോംബെയിലോ? അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടോ? അതെ 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 അതെ. ജാസ്മിൻ്റെ ഒരു വിവാഹം ആദ്യം കഴിഞ്ഞിരുന്നു, എന്നിട്ട് ഡിവോഴ്സ് ആയതാണ് കേട്ടോ. അത് ഇങ്ങനെ ഇസ്ലാമിലേക്ക് വന്ന ഒരാളായിരുന്നു, പക്ഷേ ഒരു അല്ലേ ശരിയായില്ല അല്ലേ? നമുക്ക് ആൾ ഒരു ഉപദ്രവം കാര്യമെല്ലാമായിട്ട് അങ്ങനെ ഒഴിവായി പോയതാണ്. അപ്പോൾ ഇനി വരുന്ന ആൾ എന്ന് പറഞ്ഞാൽ നല്ലൊരാളായിരിക്കണം, അവളെ മനസ്സിലാക്കുന്ന നല്ലൊരാളായിരിക്കണം അല്ലേ ജാസ്മിനെ? അതാണ് നമുക്ക് വേണ്ടത്. ഉമ്മയൊക്കെ ഭയങ്കര ഇപ്പോൾ ഫോണൊക്കെ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലൊക്കെയാണ് ഗൾഫിൽ നിന്ന് തന്നെ. അപ്പോൾ ഉമ്മാൻ്റെ ഒക്കെ ഭയങ്കര ഒരു മനസ്സിലൊരു വിഷമാണല്ലോ, മോളെ കല്യാണം ഇങ്ങനെ നീണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര അവസ്ഥയാണ്. അപ്പോൾ എത്രയും പെട്ടെന്നുള്ള കല്യാണം നമുക്ക് നടത്തിയെടുക്കണം. പിന്നെ വേറെ ഇപ്പോൾ എന്താ പറയുകയെന്ന് വെച്ചാൽ ഒക്കെ കുക്കിങ് ഇപ്പോൾ ചെയ്യൂല എന്നല്ല, പക്ഷെ നമ്മളൊരു ഹെൽപ്പ് വേണ്ടി വരും. ഒറ്റക്കൊരു വീട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ ഇല്ല എന്നുള്ളതാണ്. അല്ലാതെ ഒക്കെ ഒന്നിനും അറിയില്ല അങ്ങനെ അല്ല കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളെയാണ് നമുക്ക് വേണ്ടത് അല്ലേ?
അതാണ് മെയിനായിട്ട് നോക്കുന്നത്. അങ്ങോട്ട് പോകാനാണെങ്കിൽ നമ്മൾ തീരെ ഇനിയിപ്പോൾ ഇവിടെ വന്ന് നിന്ന് പോലെ ഒന്ന് സിങ്കാവൊക്കെ ചെയ്ത് സെറ്റാണെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നതിനൊന്നും പ്രശ്നമില്ല. നിൽക്കുക എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഇവിടെ നിൽക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരല്ലേ ഇവിടെ ജോലിയൊക്കെ ചെയ്യുന്നവരൊന്നും പോയി വരുമൊന്നും പ്രശ്നമില്ല. പക്ഷേങ്കിൽ ജാസ്മിൻ ഇവിടെ തന്നെയാണ് മെയിനായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ഇവരുടെയൊക്കെ ഒരു ഹെൽപ്പ് കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ പോലെ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എല്ലാം സെറ്റായാലും അങ്ങോട്ട് പോകുന്നതിനൊന്നും പ്രശ്നമില്ല. അതാണ് പറഞ്ഞത് കേട്ടോ. വന്ന് നിൽക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ദൂരം വിഷയമല്ല. എങ്കിലും അടുത്തു നിന്നൊക്കെ മലപ്പുറം ജില്ല എന്നൊക്കെ ആണെങ്കിൽ സന്തോഷം. ജാസ്മിന് 38 വയസ്സാണ് ആയത്. നമുക്ക് മാക്സിമം ഒരു 45 വയസ്സ് വരെയൊക്കെ നോക്കാം. ഇനി ഒരു വയസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലൊന്നും പ്രശ്നമില്ല. മക്കളില്ലാത്ത ആലോചനയാണ് വേണ്ടത്. ഡിവോഴ്സ് ആയതും ഭാര്യ മരിച്ചത് നമ്മൾ സ്വീകരിക്കും. പക്ഷേ മക്കൾ ബാധ്യത ഇല്ലാത്തതാണ്. കാരണം പെട്ടെന്നൊരു കുട്ടീനെ മെയിൻറ്റെയിൻ ചെയ്യാനെന്ന് നോക്കി ചിലപ്പോൾ പെട്ടെന്നായി വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. ജാസ്മിൻ എന്താ പറയാനുള്ള? എങ്ങനെയുള്ള പീപ്പിളിനെ വേണ്ടേ പറഞ്ഞോ? तुमको कैसा वाला मापड़ा चाहिए? बहुत अच्छा था। अच्छा वाला, हाँ. और हिंदी में तो कुछ बोलो. क्या बोले? शर्म है? शर्म आ रही है? कुछ भी कुछ बोलो. हिंदी भी मालूम है ऐसा लोग को पता मुझे चलेगा हिंदी भी मालूम है, मलयालम भी मालूम है, दोनों मालूम है। दोनों मालूम है. तो वो लिखने का थोड़ा मुश्किल है ना, मुश्किल है, लेकिन बात करने का कोई प्रॉब्लम नहीं है. नहीं प्रॉब्लम नहीं है। अच्छा, हिंदी तो अच्छा तरह उधर का आदमी जैसा बोलता है. उधर ही बर्थ तो उधर ही है ना, इसलिए. हाँ 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 हाँ. वो उधर पठानी लोग है ना? नहीं नहीं, पठानी लोग नहीं है। हाँ, उधर कौन सा मद ये है? അവിടെ പട്ടാണി അല്ല, സയ്യദ്മാരാണ്. ആ സയ്യിദ്മാരാണ് അല്ലേ? ഓ ഓ ഓ, ആ ഇവർ സയ്യിദാണ് കേട്ടോ. അതെ അതെ അതെ. എനിക്ക് നല്ല ചെക്കന് മതി, അതിലൊരു കുഴപ്പമില്ല. പക്ഷെ ഒരു ഡിസിഷൻ ഉണ്ട്, കുടിക്കാൻ പാടില്ല. അതെ, കള്ളുപിടിക്കുന്ന ആളാവരുത്, സിഗരറ്റ് വലിക്കുന്ന ആളാവരുത് അല്ലേ? അതെ, തീർച്ചയായിട്ടും ഓളെ മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന നല്ലൊരാളാവണം അല്ലേ? ഇന്നെ മനസ്സിലാക്കണം, ഇന്നെ സ്നേഹിക്കണ ആൾ വേണം, അത്രേ ഉള്ളൂ. അതെ. അപ്പോൾ ഫ്രണ്ട്സ്, ജാസ്മിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ പിന്നെ ഉമ്മ ഇപ്പോൾ വിദേശത്താണ്, ആങ്ങളെ നാട്ടിലില്ല. അപ്പോൾ കാര്യങ്ങൾ തന്നെ ഓൾ തന്നെ സംസാരിച്ചതാണ്. ഇപ്പോൾ നമ്മളൊരു കുടുംബ വീട്ടിലാണുള്ളത്. അതുപോലെ വീട് ചുറ്റുപാടെന്നെല്ലാം പറഞ്ഞാൽ ചെറിയൊരു വീട് കാര്യങ്ങളൊക്കെയാണ്. വലിയൊരു സാമ്പത്തിക നേട്ടങ്ങളൊന്നും മോഹിച്ച് വരുന്ന ആളെന്ന് നമുക്ക് വേണ്ട. ഓളെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. ഓക്ക് ഈ ഒരു തടി എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഗൾഫിൽ വന്നുകൊണ്ട് പെട്ടെന്ന് വന്നതാണ്. നമുക്കിനി ഡയറ്റൊക്കെ എടുത്ത് അതൊക്കെ കുറക്കാം അല്ലേ? അതെ, തടിയൊക്കെ ഓള് കുറക്കും. ഓള് സെറ്റാണ്. പിന്നെ ഹിന്ദീൻ്റെ സംസാരിച്ചത് പിന്നെ അങ്ങനെയുള്ള ആളുകൾ വേണമെന്നുള്ളത് കൊണ്ടല്ല, ഒക്കെ അതും അറിയാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഒരു മൾട്ടി ലാംഗ്വേജ് അറിയാമെന്നുള്ളത് ഒരു കഴിവ് തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ കേട്ട് പഠിക്കുന്നതാണെങ്കിലും അത് ഉൾക്കൊള്ളാനൊരു ബുദ്ധി നമുക്ക് തീർച്ചയായിട്ടും വേണമല്ലോ. അപ്പോൾ ഒക്കെ ഒരു 62% ഉണ്ട്. ബാക്കിയുള്ളതാണ് കുറവ്. ആ കുറവ് എന്ന് പറയുന്നത് ഒരു മൈന്യൂട്ട് കാര്യങ്ങളിലാണ്. ഇപ്പോൾ ചെറിയ രീതിയിൽ ഇപ്പോൾ എഴുതാനും വായിക്കാനും അറിയാത്തതായാലും അങ്ങനെയൊക്കെയാണത് ഉള്ളത്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ദൂരം നിന്നായാലൊന്നും പ്രശ്നമില്ല. ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരാളായാലും ഓക്കെയാണ്. അങ്ങനെയുള്ള ഒരാൾ തന്നെ വരട്ടെ. 2ാം വിവാഹമാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. 45 വയസ്സ് വരെയുള്ള ആലോചനകൾ മുമ്പോട്ട് വരിക. അതിൽ കൂടുതലൊന്നും ഇല്ല. ഈ മക്കളുടെയൊക്കെ കല്യാണം പെട്ടെന്ന് നടക്കണം എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഇപ്പോൾ ഉമ്മ ഇപ്പോൾ ഒരു ഉമ്മയും കൂടെ അധ്വാനിക്കുന്നുണ്ട്, ആങ്ങളെയും ഗൾഫിലുണ്ട്. എല്ലാവരും കൂടി കുടുംബം ഇങ്ങനെ. ഉപ്പാക്കാണെങ്കിൽ കുറച്ച് ഏജായ ഒരു 72ഓളം വയസ്സായതാണ് ഉപ്പാക്ക്. ഇപ്പോൾ ജോലി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഇവരുടെ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ അനാവശ്യമായിട്ട് വെറുതെ വന്നിട്ട് ഇടങ്കോലിടാനുള്ള ആൾക്കാർ വിളിക്കരുത്. ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വരുന്ന ആൾക്കാരാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിനും ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നല്ലപോലെ അന്വേഷിച്ചിട്ട് ചെയ്യാൻ കേട്ടോ. അത് ഇവരോടും പറയുന്നുണ്ട്. നിങ്ങളും അനാവശ്യമായിട്ട് വിളിക്കരുത്. ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ച് വിളിക്കരുത്. നിങ്ങൾക്ക് ഈ ആലോചന ഓക്കെ ആണെങ്കിൽ മാത്രമേ വിളിക്കാവൂ. കാരണം ഓൾറെഡി ഒരു ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞാൽ ഇനിയും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരരുതല്ലോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ.